സൂപ്പർ സ്റ്റാർ വിമൽ കുമാർ. ഇതാണ് പുള്ള വീട്. പുള്ള കൂട്ടത്തിൽ എനിക്കൊന്നൊരു സെൽഫി എടുക്കണം. ഒറ്റ വീക്ക് വെച്ചായിരുന്നു. രാവിലെ നിനക്ക് അപ്പം മുട്ട മേടിച്ചു തന്ന ആരാണ്? സാറ്. എന്റെ അപ്പം മുട്ട നിന്നിട്ട് അവന് സപ്പോർട്ട് പറയുന്നു. ശ്രദ്ധിക്കടാ. സാറിന്റെ കാശും മേടിച്ചിട്ട് സാറിനെതിരെ നിൽക്കുന്നവന്റെ ഫോട്ടോ എടുക്കുന്നോ? നിനക്കറിയാമോ, ഞാനും ഇവനും ഒരേ ടൈമിൽ ഫീൽഡിൽ വന്നതാണ്. ഇവൻ എങ്ങനെയാണ് ഫീൽഡിൽ വന്നത്? ഇവൻ എന്റെ കൂടെ എന്റെ പെട്ടിയും തൂക്കി സെറ്റിൽ വന്നാണ്, ലൊക്കേഷനിൽ വന്നിട്ടുള്ള ആളാണ്. അവനാണ് ഇന്ന് വലിയ സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്നത്. നിങ്ങൾക്കറിയാവോ, എന്റെ അമ്മ എത്ര പാപ്പവും പാലും വെള്ളം ഇവൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നറിയാമോ? ആ ഒരു നന്ദിയിലിപ്പം എന്റെ 7 പടമാണ് ഇവന്റെ ഫാൻസിനെ വെച്ച് ഇവൻ കൂവി തോപ്പിച്ചത്. മനഃപൂർവ്വം സാറിന്റെ പടം കൂവി തോപ്പിച്ചവനെ നമ്മൾ നശിപ്പിച്ചിരിക്കണം. ഒരു കാരണവശാലും ഇവൻ ഇനി എഴുന്നേൽക്കരുത്. തകർത്ത് തരിപ്പണമാക്കണം. ഇവന്റെ ഒരു പടവും ഇനി വിജയിക്കാൻ പാടില്ല. സാറിന്റെ പുതിയ സബ്ജക്ട് ഏതാണ്? എന്റെ പുതിയ സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ബ്രഹ്മാണ്ഡ ചിത്രമാണ്. ഒരു 200 കോടി ബഡ്ജറ്റിൽ പെടുന്ന ഒരു പടമാണ്. ഇവനെന്ത് ചെയ്യും? ഇവനെ നമ്മൾ തകർത്തില്ലേ, അവൻ എന്റെ പടം തകർക്കും. മനസ്സിലായോ? ഈ സരോജ് കുമാർ സൂപ്പർ സ്റ്റാർ ആയിട്ട് തന്നെ എന്നും ഫീൽഡിൽ ഉണ്ടാവണം. അവന്റെ ആൾക്കാരെ വെച്ച് കൂവിച്ച് സാറിന്റെ പടം പരാജയപ്പെടുത്താൻ അവൻ ശ്രമിക്കും. ഇനി അത് നടക്കരുത്. അതുകൊണ്ട് എന്ത് ചെയ്താലും വേണ്ടില്ല, അവനും പൊങ്ങരുത്. സാറിന്റെ പുതിയ പടത്തിന്റെ എന്താണ് അതിന്റെ ഒരു ഇൻട്രസ്റ്റ് വരുന്ന കാര്യങ്ങൾ പറ. എന്റെ 8ാമത്തെ ചിത്രമാണ് ഇനി റിലീസ് ആകാൻ പോകുന്നത്. ആ പടത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 സ്റ്റണ്ട്, 8 പാട്ട്, 8 നായികമാർ, 8 ട്വിസ്റ്റ്, 8 കഥകൾ. അപ്പൊ 8 നില പൊട്ടും. സാറിന്റെ സമയം വെച്ച് നോക്കുമ്പോ 8 നില പൊട്ടാനുള്ള എല്ലാ സാധ്യതയെ പടത്തിന് കാണുന്നുണ്ട്. അങ്ങനെ പറയരുത്. ഞാൻ എന്ത് വേണേലും ചെയ്യാം. എങ്ങനെയെങ്കിലും നമ്മളെ പടം ഒന്ന് കേറ്റിക്കൊണ്ടുവരണം. സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട. സാറിന്റെ പടം 100 ഓടാനായിട്ട് നമ്മൾ ചെറിയൊരു കൂടോത്രം കൊണ്ട് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നത് ചെമ്പിലോ തകിടിലോ ഇരുമ്പിലോ ഒന്നും അല്ല, പിന്നെ കോഴി മുട്ടയിലാണ് നമ്മൾ കൂടോത്രം ചെയ്യാൻ പോകുന്നത്. കോഴിമുട്ടയിലൊക്കെ ചെയ്താൽ പിടിക്കും. നമുക്കൊരു കാര്യം ചെയ്താൽ ബസ്മതി ചെയ്താലോ? സാറേ, ബസ്മതി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോമിയോപ്പതി പോലെയാ, പയ്യെ പിടിക്കുള്ളൂ. പക്ഷെ കോഴിമുട്ട ചെയ്ത് കഴിഞ്ഞാൽ അലോപ്പതി പോലെയോ ഒറ്റയടിക്കൊക്കെ കയറി. എന്റെ ജന്മനാള്, എന്റെ നാള് അത് ഭരണിയാണ്. സാറിന്റെ ഇതുവരെ പൊട്ടിയ പടങ്ങളൊക്കെ മനസ്സിൽ ധ്യാനിച്ച് സാറ് കണ്ണടച്ച് നിൽക്കുക. ഞാനൊരു മന്ത്രം അങ്ങോട്ട് ചൊല്ലി ഈ മുട്ട അങ്ങോട്ട് തരാം. അയ്യോ, എന്റെ പൊട്ടിയ പടങ്ങളൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുത്. ഞാനതൊന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഓർക്കുമ്പോ തന്നെ എനിക്ക് ഓർക്കാനും വരികയാണ്. ഓർക്കാനും വന്ന് ഓർക്കുമ്പോ അപ്പൊ കണ്ട ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും സാറേ? അങ്ങനെ പറയരുത്. ഇതിപ്പം മനഃപൂർവ്വം ആൾക്കാരെ വിട്ട് കൂവിച്ചതാണ്. സാറ് കണ്ണടച്ചിരുന്നോ? ഞാനൊരു മന്ത്രം ഇപ്പൊ ചോദിച്ചു തരാം. മന്ത്രമാണോ ഇത്? മന്ത്രമാണ്. ഏതോ ഒരു പാട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് ചോദിച്ചാണ് സാറേ. ഇതിപ്പോ കോഴിമുട്ടയിൽ ആവാഹിച്ച് വെച്ചിരിക്കുകയാണ്. ഈ കോഴിമുട്ട അവൻ വരുന്നിടത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അവൻ 3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കോഴിമുട്ട മറികടന്നു കഴിഞ്ഞാൽ അവന്റെ ഇനി എല്ലാ സിനിമയും 8 നില പൊട്ടി അവൻ നശിച്ച് നാറാളെ കല്ല് പിടിച്ചു മുടിഞ്ഞു ചൂട് പിടിച്ചിരിക്കും. അയ്യോ, എനിക്ക് അത്രയും മതി. എന്ത് വേണേലും ഞാൻ ചെയ്തു തരാം കേട്ടാ. പിന്നെ ഒരു കാര്യം, ഈ ഒരു കാരണവശാലും ഈ മുട്ടയുടെ പിന്നിൽ ഞാനാണെന്ന് അറിയരുത്. ഒരിക്കലും ഞങ്ങൾ പറയത്തില്ല. ഇതിന്റെ പിന്നിൽ ഇതിന്റെ പ്രവർത്തിക സാറാന്ന് ഞങ്ങൾ പറയത്തേ ഇല്ല. ഒരിക്കലും പറയാൻ പാടില്ല. ഒന്നാലും പറയല. അപ്പൊ പിന്നെ കാര്യങ്ങൾ നടക്കട്ടെ. എല്ലാം കഴിഞ്ഞിട്ട് സാറിനെ വിളിക്കാം. ഞാൻ ആ കാറിലിരിക്കാം. ഓക്കെ, അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. ഗംഭീരമായിരിക്കണം. ഓക്കെ. ഇല്ല. നെക്സ്റ്റ് മന്ത് ഞാൻ ഓസ്ട്രേലിയയിലായിരിക്കും. അവിടെ ഒരു സോങ്ങിന്റെ ഷൂട്ട് കിടക്കുക. ഇല്ല 2 വർഷത്തേക്ക് എനിക്ക് ഡേറ്റ് ഇല്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഞാൻ വിളിക്കാം അങ്ങോട്ട്. ഞാൻ ഇത്തിരി ബിസിയാണ്. ഓക്കെ. വേഷഭൂഷാദികളെ കണ്ടിട്ട് മനസ്സിലായില്ലേ? കേരളത്തിലെ അറിയപ്പെടുന്ന 2 മന്ത്രവാദികളാണ്. ഞങ്ങളങ്ങ് ദൂരെ നിന്ന് വരുവാണേ. തിരികെ പോവാൻ വണ്ടിക്കൂലി ഇല്ല. അതല്ല, ഞങ്ങൾക്ക് വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു. ജ്ഞാനദൃഷ്ടിയിൽ ചിലത് കാണുന്നുണ്ട്. എന്താണാവോ? സൗഭാഗ്യം ഈ കുടുംബത്തിൽ വന്ന് കേറാൻ പോകുന്നു. അയ്യോ, അപ്പൊ ഞങ്ങൾ അച്ഛനും അമ്മയാ പോകണോ? അപ്പൊ നിങ്ങൾക്ക് കുട്ടികളില്ലേ? ഞങ്ങൾക്ക് കുട്ടികളില്ല. സാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഈ കുടുംബത്തിലെ ഒരു തൊട്ടില് കെട്ടി തൂങ്ങാൻ പോവുകയാണ്. കട്ടിലുണ്ടല്ലോ ഇവിടെ. കട്ടിലുണ്ടായിട്ട് കാര്യമില്ലല്ലോ, തൊട്ടിലൂടെ വേണ്ടേ? അതിനു വേണ്ടി അതെ. ഒരു കാര്യം ചെയ്യാം, ഒരു ബക്കറ്റ് വെള്ളം ഇങ്ങനെ എടുക്കുക,
അയ്യോ അതിന്റെ ആവശ്യമില്ല, അകത്ത് ടോയ്ലറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം. അല്ല, കുഞ്ഞുങ്ങളില്ലെന്ന് പറഞ്ഞില്ലേ? സൗഭാഗ്യം പിച്ച വെച്ച് ഓടി നടക്കാൻ പോവുകയാണ്. രണ്ടുപേരും അനങ്ങാതെ മിണ്ടാതെ ഉരിയിടാതെ 2 ബക്കറ്റ് വെള്ളം ഇങ്ങോട്ട് എടുത്തോണ്ട് വരിക. ഒരു ജപമുണ്ടേ. അനങ്ങാതെ എങ്ങനെ വെള്ളം എടുക്കുന്നേ? എന്റെ പൊന്നു സഹോദരി, എടുത്തോണ്ട് വരാമോ? നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നേ. അപ്പൊ ഇച്ചിരി അനങ്ങ. 2 ബക്കറ്റ് വെള്ളം 2 വേണം. ബക്കറ്റ് വെള്ളം. അത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കരുത്. ഇല്ല. അത്രയല്ലേ ഉള്ളൂ. ദൈവം കൊണ്ടു കഴിഞ്ഞു. നമ്മുടെ ഭാഗ്യം ഉണ്ട്. അതെ അതെ. അയ്യോ, ഇന്നലെ കുഞ്ഞുങ്ങളുണ്ടാന്ന് എത്ര ഡോക്ടേഴ്സ് നമ്മൾ കാണിച്ചതാണ്. അതെ ബക്കറ്റ് ചെറു. എന്താ ഇവിടെ ചെയ്യുന്നേ? മൺവിരയെ മാന്തുവാ. ചൂണ്ടയിടാൻ. എന്താ മൺവിര ചൂണ്ടിടാനേ. കൈയെടുത്ത് കൈ മാറ്റി. അല്ലല്ല, സാമിയുടെ ആ കയ്യിലും എന്തായിരുന്നു ഇവിടെ പരിപാടി? സാമിയുടെ കയ്യിലും എടുക്കുന്ന കൈ കാണിച്ച്. കൈ കാണിച്ച് സാമി. ഇല്ലെന്ന് പറഞ്ഞില്ലേ? കൈ കാണിച്ച് സാമി. കൈ കാണിച്ച് സാമി. മറ്റേ കൈ കാണിച്ച്. രണ്ട് കൈ എടുത്ത് കാണിച്ച്. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? സത്യം പറയാൻ എന്താ ഇവിടെ പരിപാടി? ഒന്നുമില്ല. സാമി തിരിഞ്ഞ്. എന്താ നിങ്ങൾ ഇവിടെ കുഴിച്ചിടാൻ പോയത്? എന്താ? യ്യോ, മുട്ട. മുട്ട മുട്ട. ഇതെങ്ങനെ സാമിയുടെ കൈ വന്നേ? ഇതെങ്ങനെ എന്റെ വന്നേ? ശത്രു. കൂടോത്രം ചെയ്ത മുട്ടയാണ്. അയ്യോ, ഇതാരാ ഇവിടെ കുഴിച്ചിടാൻ പറഞ്ഞത്? ഇത് ആരാ കുറിച്ചാ പറഞ്ഞത്? ഞങ്ങൾക്കറിയത്തില്ല. എനിക്ക് ഒരുപാട് ഇൻഡസ്ട്രിയിൽ എനിക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതാണ്. അതിലാരാണ് ഇവിടെ ഇത് കുഴിച്ചിടാൻ ഈ പറഞ്ഞത്? മുട്ടയുടെ പിന്നിൽ ആരാ? ഈ മുട്ടയുടെ പിന്നിൽ സത്യമായിട്ടും പറയാം, കോഴിയാ. എനിക്കറിയില്ല സാറേ, ഞങ്ങൾ ചുമ്മാ ഒന്നൊരു തമാശയ്ക്ക് വേണ്ടി കാണിച്ചത്. തമാശക്ക് വേണ്ടി എന്നെ മുട്ടത്താണോ? അല്ല, ഈ മുട്ടയുടെ പിന്നിൽ ഒന്നുമില്ല, ഒരു ഞുരുമില്ല. ഇല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ ഡിസൈനുള്ള മുട്ട എവിടുന്ന് വരും? സത്യമായിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഞാനിപ്പോ പോലീസ് നാട്ടിൽ നിന്ന് വന്ന മുട്ടയാ. ഞാനിപ്പോ ഡിവൈഎസ്പിനെ വിളിക്കും. എന്റെ ഫ്രണ്ടാണ് ഇവിടുത്തെ ഡിവൈഎസ്പി. നിങ്ങൾ പോലീസിനെ വിളിക്കരുത്. പോലീസിനെ വിളിക്കില്ല. പോലീസിനെ വിളിക്കരുത്. എനിക്ക് പറ, ആരാണ് ഇതിന്റെ പിന്നിൽ? പോലീസിനെ വിളിക്കരുത്. ആരാണ് ഇതിന്റെ പിന്നിൽ? ഇതിന്റെ പിന്നില് സരോജ് കുമാർ, സിനിമാ നടൻ സരോജ് കുമാർ. സിനിമാ താരം സാറ് നശിച്ച് നാരായണക്കല്ല് പിടിച്ച് കുത്തുവാളയെടുത്ത് കടത്തിൽ കിടന്ന് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പട്ടിണി കിടന്ന് സാമ്പത്തികമായിട്ട് തകർന്ന് ചത്തുപോകാൻ വേണ്ടിയിട്ട് അദ്ദേഹമാണ് പറഞ്ഞത് ഇതിവിടെ കൊണ്ട് കുഴിച്ച് കൂടോത്തമായിട്ട് സാറിന് മടികിറക്കാൻ വേണ്ടിയിട്ട്. സരോജ് കുമാർ എടി ഇന്നലെ എവിടെ വിളിച്ചതല്ലേ? വിളിച്ചല്ലേ? ഇൻസ്റ്റയിലെങ്ങാണ്ട് ചേട്ടന്റെ പുതിയ സിനിമയുടെ എന്തോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ലൈക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞല്ലേ? ഓഹോ, അപ്പൊ അവനാണ് നിന്റെ പിന്നിലല്ലേ? എന്നിട്ട് ആളെവിടെ ഉണ്ട്? ആള് പുറത്ത് കാറായിരിക്കുവാ. ഓ, നിങ്ങളോട് ഇതിവിടെ കൊണ്ട് കുഴിച്ചിടാൻ പറഞ്ഞിട്ട് പുള്ളി കാറെ കയറി ഇരിക്കുകയാണ്. അതെ അതെ. അതൊക്കെ എന്തെങ്കിലും ഒരു പണി കൊടുക്കണം. കൊടുക്കാൻ നോക്ക്. ആ സാധനം വന്ന് ഇതാ അതെ പിടിച്ചോടി. അതെ, ഞാൻ പറയുന്നത് പോലെ കേട്ടോളാം കേട്ടോ. അല്ലെങ്കിൽ 2 പേരും ജയിലിൽ കിടന്നുണ്ട് താനൊന്നും പിടിക്കണ്ട. സരോജ് കുമാറിനെ വിളിക്കുക, എന്നിട്ട് പറയാ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു ഇവിടെ കുഴിച്ചിട്ടുണ്ടെന്ന് പറയുക. പറയാം. അത്രയും കാര്യങ്ങൾ പറ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഹലോ സാറേ, സാറ് പറഞ്ഞ പോലെ എല്ലാ കാര്യം ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ പുള്ളി 3 പ്രാവശ്യം മറികടക്കുന്നു തോന്നുന്നു കേട്ടോ. ഇന്ന് തന്നെ പുള്ളി കുത്തുവാളെടുക്കും, ഉറപ്പാണ്. സാർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാ. സാർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. വരട്ടെ. അയ്യോ, അപ്പൊ ഞങ്ങളെ കണ്ട അതൊക്കെ ഞാൻ പറഞ്ഞോളാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ നിൽക്ക്. അവര് മുട്ടയിൽ കൂടോത്രം ചെയ്യുമല്ലേ? ഹായ് വിമൽ കുമാർ. വാട്ട് എ സർപ്രൈസ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ ഉണ്ടാകുമെന്ന്. ഞാൻ വെറുതെ ഇതുവഴി ഇങ്ങനെ ഒന്ന് പോയപ്പോൾ എന്നാ വെറുതെ ഒന്ന് കയറി നോക്കാം എന്ന് വിചാരിച്ചു വന്നതാണ്. ഭാഗ്യവശാൽ ഇവിടെ ഉണ്ടായിരുന്നു, കാണാൻ പറ്റി. ഇതാ 2 മന്ത്രവാദികൾ. ഇന്ന് പുതിയ പടത്തിന് വല്ല പൂജ വല്ലതും ഉണ്ടോ? അയ്യോ അല്ല, ഞങ്ങൾക്ക് കുട്ടികളില്ലാത്തതുകൊണ്ടേ ഒരു ചെറിയൊരു ഹോമം നടത്താമെന്ന് കരുതി വിളിപ്പിച്ചതാണ്. ഓക്കെ, സന്തോഷം. അയ്യോ, ഇതാര്? സരോജ് ചേട്ടനോ? എപ്പോ എത്തി? ഞാൻ വെറുതെ ഇതുവഴി ഒന്ന് പോയപ്പോൾ വെറുതെ ഒന്ന് പാളി കയറിയതാണ്. അപ്പോൾ ദേ വിമൽ കുമാർ ഇന്ന് ഇവിടെ ഉണ്ട്. നിന്റെ പുതിയ പടം ഏതാണപ്പാ? പുതിയ തെലുങ്കിൽ നിന്നൊരു വിളി വന്നു, പക്ഷെ ഞാനത് വേണ്ടാന്ന് വെച്ചു. നിങ്ങളുടെ പുതിയ വർക്ക് ഏതാണ്? പുതിയ വർക്ക് അല്ല, ചേട്ടൻ ഒരു 15 മിനിറ്റ് മുമ്പ് ഒരു കോള് വന്നില്ല കേട്ടോ. എന്റെ വർക്കുകളൊക്കെ തട്ടിപ്പോടാ. ഇന്നെനിക്ക് ഒരു പാർട്ടി അഡ്വാൻസ് 2 കോടി രൂപ അഡ്വാൻസ് തരാന്ന് പറഞ്ഞു ഇരുന്നതാ. ഇപ്പൊ അവര് പറയുന്നു അവർക്ക് വരാൻ പറ്റില്ല, കുറച്ച് അല്ല, അവര് വേറെ ആരോ വിളിക്കൂന്നൊക്കെയാ പറയുന്നത്. അതെ, ആ പടം പോയടാ. അയ്യോടാ, ഓ സോറി. എന്ത് ചെയ്യാനാ? കുഴപ്പമില്ല, അതിനേക്കാൾ വലുത് പറയും. വർക്ക് വരൂടാ, അതൊന്നും എനിക്ക് വിഷയമൊന്നുമില്ല. എന്തായാലും നിനക്ക് പടങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. കുഴപ്പമില്ല. വിമലേറ്റ് ഓംലേറ്റ് കഴിക്കുന്നില്ല. എനിക്ക് വേണ്ട, അവന് കൊടുക്ക്. എടാ, എനിക്ക് എന്നും രാവിലെ ഒരു ബുൾസൈ കഴിക്കണം. തൽക്കാലം നീ കഴിക്കും. അല്ല, ഇന്ന് കഴിച്ചോളൂ. നോ പ്രോബ്ലം, നീ കഴിക്കും. അതെങ്ങനെ? അല്ല, എന്റെ വീട്ടിൽ വന്നിട്ട് ഒന്നും കഴിക്കാതെ പോകരുത് പ്ലീസ്. ആദ്യമായിട്ട് ഞങ്ങളുടെ പ്ലീസ് 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 കഴിക്കൂ 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 കഴിക്കൂ. ഓക്കെ, താങ്ക് യു. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണ എന്റെ കൈപുണ്യം. കഴിക്കും.
എങ്ങനെയുണ്ട്? സൂപ്പർ. അതിന് ഒരു പ്രത്യേകത ടേസ്റ്റ് ഉണ്ട്. ഇവിടെ പല പ്രത്യേകതകൾ കൂടി പ്രിപ്പയർ ചെയ്ത ഒരു സാധനം. ഞാനേ മസാല ഞാൻ തന്നെ ഉണ്ടാക്കുന്ന മസാലകളാ. കഴിക്കാം. മുഴുവൻ കഴിക്കും, ഒരു തരി പോലും ബാക്കി വെക്കരുത്. അത് കഴിക്കുമ്പോഴേ ഉണ്ണി പൊട്ടരുത്. അടിപൊളി അടിപൊളി. മിസ്റ്റർ സരോജ്, ഇത് വളരെ പ്രത്യേകതയുള്ള ഒരു മുട്ടയാണ്. അതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇതിന്. ഇന്ന് രാവിലെ ഒരു നാറി രണ്ടുപേരെ ഇങ്ങോട്ട് വിട്ടിട്ട് എന്റെ പടം പൊട്ടാനും ഞാൻ നശിക്കാനും ഞാൻ കുത്തുവാള എടുത്ത് തെണ്ടി തിരിഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുഴി കുത്തി ഒരു കൂടോത്ര മുട്ട കുഴിച്ചിടാൻ പറഞ്ഞു. പക്ഷെ ഞാൻ അവരെ കൈയോടെ പിടിച്ചു. ആ മുട്ട ബുൾസൈ അടിച്ചിട്ടാണ് നീ കഴിച്ചത്. ആ നാറി നീ ആടാ സരോജേ. ആ മുട്ടയാണോ ഞാൻ കഴിച്ചത്? അതെ. അപ്പൊ എന്റെ 8ാമത്തെ പടം 8 തല പൊട്ടൻ സാറേ. ആമീ.